ചേട്ടാ, രേണുസുതിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. രേണുസുതി ആരാണ്, എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം വ്യക്തമാണ്. അന്തരിച്ച മുൻ കലാകാരൻ സുധിയുടെ ഭാര്യയാണ് രേണു. അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് രേണുസുതി കൂടുതൽ ഫെയിം നേടിയത്. ആ സമയം തൊട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. ആ വീട് വെച്ച് കൊടുത്തതിൻ്റെ പേരിലാണെങ്കിലും അല്ലാണ്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ നടന്നൊരു കാര്യമാണ്, രേണുസുതി എന്ന പേര് മാറ്റി രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് ഇൻസ്റ്റാഗ്രാമിന് കൊടുത്ത്. അപ്പൊ അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഈ ഇൻസ്റ്റാഗ്രാം വേരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഈ ബ്ലൂ ടിക്ക് വേണമെങ്കിൽ സ്വന്തം ഐഡന്റിറ്റിയാണ് ഇതിനകത്ത് രേഖകളായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ അത്തരത്തിലായിരിക്കാം അവർ പേര് മാറ്റിയത്. കഴിഞ്ഞ കുറേ നാളുകളായി രേണുസുതി എന്ന പേരാണ് നമ്മുടെ മലയാളികൾക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം. മലയാളികൾക്കൊരു കുഴപ്പമുള്ളത്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അതിനേക്കാൾ ഗൗരവത്തോടെ നമ്മൾ മറ്റൊരു വീട്ടിലെ പ്രശ്നങ്ങൾ ഇടപെടാനായിട്ട് പോകും. അത്തരത്തിൽ ഉള്ള ഒരു സ്വഭാവത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് രേണുസുതി. രേണുസുതി എന്ന പേര് നമ്മുടെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ മലയാളികൾക്കിടയിലേക്ക് വരുന്നത് കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യനായ ഒരു കലാകാരൻ്റെ മരണത്തിന് ശേഷമാണ്. 2023 ജൂൺ 5-ാം തീയതിയാണ് കൊല്ലം സുധി തൃശ്ശൂരുണ്ടായ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയൊക്കെ പലപ്പോഴായിട്ട് അദ്ദേഹം പങ്കെടുത്തിരുന്ന റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം ആ ഒരു കലാകാരനുമായിട്ടുണ്ടായി. പ്രത്യേകിച്ച് ഒരു താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന, സ്വന്തം കഴിവ് കൊണ്ട് വളർന്നു വന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ കൊല്ലം സുധി ആഘോഷിക്കപ്പെട്ടൊരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തോടുള്ള ഒരു സിമ്പതി ആ കുടുംബത്തിലേക്കും ഉണ്ടായി. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് വളരെയധികം സഹായഹസ്തങ്ങൾ ആ ഒരു കുടുംബത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഗൃഹനാഥൻ്റെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോയ 3-അംഗ കുടുംബം, രേണുസുതി എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ രാഹുൽ, കിച്ചു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, പിന്നെ ഇളയ കുട്ടി ഋതപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ 3-അംഗ കുടുംബത്തിലേക്ക് ജനങ്ങൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവർക്ക് മേലേക്ക് ഒരുപാട് സഹായഹസ്തങ്ങൾ പല വിധത്തിലുമുണ്ടായി. അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ആളുകളെത്തി, വീടിനായിട്ട് സ്ഥലം കൊടുക്കാൻ വരെ ആളുകളെത്തി. അങ്ങനെ പല വിധത്തിൽ സഹായങ്ങളുണ്ടായി. പക്ഷേ ആ സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ രേണുസുതിയെ കുറ്റം പറയുന്ന ആളുകൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഒരു കലാകാരൻ മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിലേക്ക് എത്തുന്ന സഹായങ്ങൾ ഒരു പരിധിക്കപ്പുറം നീണ്ടുപോവുകയില്ല. ചുരുക്കത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നാൽ അവിടെ ഓടിയെത്താനായിട്ട് ആളുകളുണ്ടാകും. പക്ഷേ അതിനുശേഷം ആ കുടുംബം എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനും അവരെ മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അടുത്തറിയാനും ഒരു പക്ഷേ ആളുകളൊന്നും സമയം മെനക്കെടില്ല. കാരണം ആ സമയത്തുണ്ടായ ഒരു ഫെയിമിൽ അവരും അവരുടെ ഒരു റോളുമായിട്ട് ചെല്ലുന്നു എന്നല്ലാതെ അതിനപ്പുറമൊന്നും കാണില്ല. ഈ രേണുസുതി നമ്മുടെ ആ കൊല്ലം സുധിയുടെ മരണശേഷം രേഷ്മ പി തങ്കച്ചൻ എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര്. കോട്ടയം സ്വദേശിനിയാണ്. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി 2004 ഇദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ ഉണ്ടാകുന്നത്, രാഹുൽ. അത് തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് ഇദ്ദേഹം ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നു. ഏറെ നാൾ കഴിഞ്ഞ് ഈ രാഹുലിൻ്റെ ആദ്യത്തെ കുട്ടിയുടെ ജനനശേഷം ഈ സ്ത്രീ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ ഒപ്പം പോകുന്നു. പിന്നീട് കൊല്ലം സുധി മറ്റൊരു യുവതിയുമായിട്ട് സൗഹൃദത്തിലാകുന്നു. അതൊരു വിവാഹ ബന്ധത്തിലേക്ക് എത്തുന്നു. ആ ബന്ധവും അധികം നീണ്ടു നിൽക്കുന്നില്ല. അങ്ങനെ ഏകദേശം 11 വർഷങ്ങൾക്ക് മുൻപാണ് ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഈ ഒരു വ്യക്തി ആദ്യ വിവാഹം കഴിഞ്ഞ് രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ വന്നു കയറുന്ന സ്ത്രീകൾ 2 തരത്തിലാണുള്ളത്. ഒന്ന്, തൻ്റെ ഭർത്താവിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. തങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവാണ് എന്ന് ചിന്തിക്കും. മറ്റൊരു തരത്തിലുള്ള ആളുകൾ വന്നു കയറുന്ന കുടുംബത്തിൽ അയാൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ തൻ്റേതുപോലെ കരുതി പെരുമാറാൻ നോക്കും. ഒരു രണ്ടാനമ്മ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ എന്ന രീതിയിൽ പെരുമാറുന്നത് ആ കുട്ടികളുടെ ഉള്ളിൽ ഒരു വിടവ് തന്നോട് ഉണ്ടാക്കുമെന്ന രീതിയിൽ അവരോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. അതിലേത് രീതിയിലാണ് ഈ രേണുസുതി പെടുക എന്ന് നമുക്കറിയില്ല. കാരണം ആ കിച്ചു എന്ന് പറയുന്ന കുട്ടി, ഈ കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടി, ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടിയുണ്ട്, സ്റ്റാർ മാജിക് എന്ന് പറയുന്ന. ഈ സ്റ്റാർ മാജിക്കിൽ കൊല്ലം സുധിയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ എപ്പിസോഡിൽ കൊല്ലം സുധിയുടെ വീട്ടിൽ നിന്ന് ഈ രാഹുൽ എന്ന് പറയുന്ന മൂത്ത മകനുണ്ട്, ഈ രേണുസുതിയുണ്ട്, അതോടൊപ്പം തന്നെ ഇവരുടെ ഇളയ മകനുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു സന്തുഷ്ടമായ കുടുംബം, അവരുടെ ഇല്ലായ്മകളിൽ ആരോടും പരിഭവമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ തകിടം മറിയുകയും ഈ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ ഒരു ഷോയിൽ പങ്കെടുത്ത് മടങ്ങി വരുന്നതിന് വഴി ഒരു വാഹനാപകടത്തിൽ അപ്രതീക്ഷിതമായി മരണപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു സഹായങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം രേണുസുതിയുടെ കരിയർ ഗ്രാഫ് അങ്ങോട്ട് മറിഞ്ഞു. കാരണം കൊല്ലം സുധിയേക്കാൾ ഉയരത്തിൽ രേണുസുതി വളർന്നു എന്ന് വേണം പറയാൻ.
കാരണമെന്ന് പറയുന്നത് അവർ സജീവമായിട്ട് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോകൾ ചിത്രീകരിച്ച് പങ്കുവച്ചു. അതുകൂടാതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ജനപ്രിയ റിയാലിറ്റി ഷോയിലൂടെ ഇവർ അവരുടെ ഒരു കരിയർ ഗ്രാഫ് ഉയർത്തി. കാരണമെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു ഗൃഹനാഥൻ നഷ്ടപ്പെട്ട് പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുമായിട്ട് അനാഥത്വത്തിലേക്ക് പോയ ഒരു കുടുംബത്തെ കരകയറ്റാൻ രേണുസുതി അവരുടേതായ രീതിയിൽ ഇപ്പോൾ ബിഗ് ബോസിൽ പോയി. അതിനുശേഷം ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ബിഗ് ബോസിൽ പോയി. അദ്ദേഹത്തിൻ്റെ ഭൂതകാലമൊക്കെ പറയുന്നുണ്ട്. മാങ്ങ വിറ്റ് നടന്ന ഒരു വഴിയോര കച്ചവടക്കാരനായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ കഴിവുകളിലൂടെ വളർന്നു വന്നു. പിന്നീട് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫെയിം ആകെ മറിഞ്ഞു. ഇപ്പോൾ തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫെയിമിലേക്ക് രേണുസുതിയും കടന്നു വന്നു. പക്ഷേ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആദ്യം പുണ്യവാളനാക്കുകയും പിന്നീട് മുൾക്കുരിശേറ്റുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. ആദ്യം അവരെ പരമാവധി കൊല്ലം സുധിയോടുള്ള സ്നേഹം അതേപടി ആ കുടുംബത്തിലേക്ക് എത്തിച്ച ആളുകൾ തന്നെ രേണുസുധിയുടെ വളർച്ചയിൽ അസൂയപ്പെട്ടു തുടങ്ങി എന്ന് വേണം പറയാൻ. ആ ബിഗ് ബോസിൽ പോയതിനു ശേഷം അവരവരുടേതായ രീതിയിൽ വെബ് സീരീസുകൾ, ഷോർട്ട് ഫിലിമുകളൊക്കെ അഭിനയിച്ച് അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെച്ച് കഴിയുമ്പോൾ അവർ ഒരു നല്ല വസ്ത്രം ധരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്പം മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അതിനെതിരെയൊക്കെ പറയാൻ തുടങ്ങി. ഇവർക്ക് എന്ത് അധികാരം ഇരിക്കുന്നു? ഒരു സ്ത്രീ അവരുടെ വൈധവ്യം, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എപ്പോഴും വെള്ളസാരി പുതച്ച് തന്നെ നടക്കണമെന്ന് പറയുന്നത് മലയാളികളുടെ ഒരു പഴയ ചിന്താഗതിയാണ്. ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. രേണുസുതി അങ്ങനെ കഴിയാൻ പറ്റൂ. ഈ ഭർത്താവ് നഷ്ടപ്പെട്ട ആ സ്ത്രീ മറ്റൊരു സ്ഥലത്തും പോകാതെ സ്വന്തം വീട്ടിൽ 2 പിള്ളേരെയും നോക്കി വെള്ളസാരി ഉടുത്ത് കഴിയണമെന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ രേണുസുതിക്കെതിരെ, അതേപ്പറ്റി എന്താണ് പറയുന്നത്? അതിൽ രേണുസുതിയെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ആ വീഡിയോ കാണുന്ന സാമാന്യ യുക്തിയുള്ള ഏതൊരു മനുഷ്യനും വ്യക്തമാകുക. അതൊരു 32 മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ് കിച്ചു ആർഡി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള രാഹുൽ പങ്കുവച്ചത്. അതിലെ പറയപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് രേണുസുതി കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ട്രോമയാണ്. 2004 ഈ രാഹുൽ എന്ന് പറയുന്ന മകൻ കൊല്ലം സുധിക്ക് ഉണ്ടാകുന്നത്. അത് തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. അതിനുശേഷം പലപ്പോഴായി അവരുടെ ജീവിതത്തിനിടയിൽ കൊല്ലം സുധിയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളികളും തമ്മിലുണ്ടായ പല തർക്കങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ ആ കുട്ടിയുടെ ബാല്യം, നമ്മുടെ ബാല്യകാലത്തുണ്ടാകുന്ന പല സംഭവങ്ങളും നമ്മളെ ദീർഘകാലം ഓർമ്മിച്ചിരിക്കും. അത് ഒരു പക്ഷേ ഒരു ട്രോമയാണെങ്കിൽ, വിഷമപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ദീർഘകാലം ഒരു ട്രോമയായിട്ട് നിലനിൽക്കും. ഏകദേശം 2 വിവാഹങ്ങൾക്ക് ശേഷമാണ് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ ഇപ്പോഴത്തെ രേണുസുതി കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവർക്കും കുട്ടികളുണ്ടാകുന്നു, മറ്റൊരു കുട്ടി ഉണ്ടാകുന്നു. അപ്പോൾ തുല്യമായിട്ട് ഒരുപക്ഷെ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റിദ്ധാരണകളായിരിക്കാം. അതൊരു തെറ്റിദ്ധാരണയായിട്ട് ആ ഒരു കുടുംബത്തിനകത്ത് മാത്രം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം എങ്ങനെയാണ് സാമൂഹിക മാധ്യമത്തിലേക്ക് എത്തിയതെന്ന് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. പരിശോധിക്കപ്പെടണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബ പ്രശ്നങ്ങളാണ്, അതായത് അതിനുള്ളിൽ മാത്രം നിൽക്കേണ്ട ഒന്നാണ്. പക്ഷേ കൊല്ലം സുധിയോടുള്ള സ്നേഹം ആ മകനോടും അമിതമായിട്ട് പ്രകടിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ മലയാളികൾ ആ പോസ്റ്റിലും പോയി രേണുസുതി എന്ന പേരിൽ ആക്രമിക്കുന്നു. പിന്നീട് അവരും 2 വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ കരഞ്ഞുകൊണ്ടൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. ഈ രേണുസുതി നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അത് കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പേര് രേണുസുതി എന്ന പേരിൽ ഒരു വീഡിയോ പങ്കുവെച്ചാൽ രേണുസുതി എന്ന പേര് മാറ്റണം എന്ന് പറഞ്ഞാണ് എല്ലാവരും. അത് ഇവർക്ക് എന്ത് അധികാരം ഇരിക്കുന്നു? ഒരാളുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് രേണുസുതിയെയാണ് കൊല്ലം സുധി കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾക്കിടയിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കാൻ എന്തിനാണ് ഈ മലയാളി ഇത്ര വ്യഗ്രത കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവരവരുടേതായ രീതിയിൽ ജീവിച്ചു പോയിക്കോട്ടെ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു സാങ്കേതമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് പലർക്കും ഒരു പ്രശ്നമായി. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മാസാമാസം തങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സെലിബ്രിറ്റിയെ ഫോളോ ചെയ്യുകയും അവരുടെ പ്രത്യേക സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്. രേണുസുതിക്ക് എനിക്ക് തോന്നുന്നു 180 രൂപയാണ് ഏകദേശം. ഈ ഒരു സംഭവത്തെ പറ്റി രാഹുൽ പറയുന്നുണ്ട്. കാരണം അമ്മ ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് അവൻ്റെ കൂട്ടുകാരന അമ്മമാരുടെ മുന്നിൽ ചെല്ലാൻ അവരിലൊരു നാണക്കേടാണെന്നൊക്കെ. അത് അവരുടെ വ്യക്തിപരമായ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ മറ്റുള്ള രീതിയിലേക്ക് പോകണമെന്ന് മകനെന്ന നിലയിൽ തീർച്ചയായിട്ടും പറയാൻ അധികാരമുണ്ട്. കാരണം ആ ഒരു രീതിയിലൂടെ മാത്രമേ പണം സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. തനിക്ക് സംഭവിക്കുന്ന മനോവിഷമങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 11 വർഷത്തോളം രേണുസുതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്നു. ആ ഭാര്യ എന്ന നിലയിൽ രാഹുൽ എന്ന് പറയുന്ന ആ മകനായിട്ട് മാത്രമാണ് രേണുസുതി കണ്ടിട്ടുള്ളത്. അതിനൊരു എതിരഭിപ്രായം ഈ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലും കാണാനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അമ്മ അത്തരമൊരു രീതിയിലേക്ക് പോകുന്നത് മകൻ എന്ന നിലയിൽ തനിക്ക് മനോവിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 2 പേരും ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. അതിലേക്ക് എന്തിനാണ് മലയാളികൾ പോയി വെറുതെ ഇടപെട്ടത്
ഒരു വഷളാക്കുക വഷളാക്കുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായാലും രേണുസുതിക്ക് അവരുടേതായ രീതിയിൽ ചിന്തിക്കാനുള്ള അധികാരമുണ്ട്, ചിന്തിക്കാനുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ മരണപ്പെട്ടു. ഇനി ആ ഒരു കുടുംബത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ആ ഒരു ഗൃഹനാഥ എന്ന നിലയിൽ രേണുസുധിയുടെ ഉത്തരവാദിത്തമാണ്. അവരെന്ത് ജോലി ചെയ്താലും അവർ സമ്പാദിക്കുന്ന പണം എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ കുടുംബത്തിനാണ്. ആ ഒരു ഇളയ മകനുണ്ടെങ്കിൽ അത് ആ ഒരു കുഞ്ഞും കൊല്ലം സുധിയുടെ ചോരയാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഇത്തരം ചർച്ചകൾ അത് തെറ്റാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പല പ്രകടനങ്ങളുമൊക്കെയാണ് നമ്മളുടെ വിമർശന വിഷയം. അതിലേക്കാട്ടും വലിയ എത്രയധികം കാര്യങ്ങളൊക്കെ നമുക്കിടയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് പോവുക, അല്ലാതെ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇത്രയധികം ഇടപെട്ട് ആ ഒരു കാര്യത്തെ ഇത്രയധികം വഷളാക്കേണ്ടതുണ്ടോ എന്ന് മലയാളി ചിന്തിക്കുക. അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം, രേണുസുധിയെ പോലെ തന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യൻ, ആ ഒരു വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 3 വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹത്തിന് ഇടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ ഒരു കുട്ടിക്ക് ട്രോമയായിട്ടുണ്ടെങ്കിൽ കൃത്യമായ കൗൺസിലിങ്ങിലൂടെ അവനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. കാരണം കൊല്ലം സുധി മരണപ്പെട്ട വേളയിൽ ഒരുപാട് സഹായഹസ്തങ്ങളുണ്ടായി. ഇപ്പോൾ സഹായഹസ്തങ്ങളുണ്ടോ? ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു കുടുംബത്തെ സഹായിക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? ആരും വരില്ല. അപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കാരുടെയും കാര്യത്തിലൊരു ചിന്തയില്ല. അവർക്ക് സ്വയം രക്ഷപ്പെടണമെങ്കിൽ അവർ സ്വയം സമ്പാദിക്കണം. അവർ സ്വയമാണ് ആ കുടുംബത്തെ കരകയറ്റേണ്ടത്. അല്ലാതെ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണോ എന്ന് തീർച്ചയായിട്ടും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ശരി.